വെൽക്കം ബാക്ക് ടു ഡി ആൻഡ് ഡി ടേസ്റ്റ് ആൻഡ് ടോക്സ്. ഇത്തവണത്തെ വിഷുവിന് വളരെ എളുപ്പത്തിൽ അരിയൊന്നും അരക്കാതെ 5 മിനിറ്റിനകത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ശർക്കര പാനിയാക്കണം. അതിന് വേണ്ടിയിട്ട് വലിയ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അലിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ റവപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ ആ ഒരു പാനി നമുക്കിതിലേക്ക് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ബാറ്റർ തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാറ്ററിൻ്റെ ആ ടൈറ്റിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് ക്രമീകരിച്ചെടുക്കുക. ഒത്തിരി വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മധുരം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. വെള്ളം കൂടി പോരാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ബാറ്റർ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ തീയൊക്കെ ക്രമീകരിച്ച് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എന്താ ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി പീസി ആയിട്ടുള്ള ഉണ്ണിയപ്പം എന്താ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വ്യൂവേഴ്സിനും വിഷു ആശംസകൾ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.